ഇപ്പോൾ വരുന്നൊരു വാർത്ത. സൂരജ് ലാമ തിരോധാനത്തിൽ പോലീസിനും വിമാനത്താവള അധികൃതർക്കുമെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. സംഭവത്തിൽ വിശദീകരണം നൽകണമെന്ന് കോടതി. വിദേശത്തെ ജയിലിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ പരിശ്രമിക്കും, എന്നാൽ അവർ നാട്ടിലെത്തിയാൽ വിലയില്ലാതാകും എന്ന് കോടതി പറയുന്നു. ഒരാൾ അലഞ്ഞുതിരിഞ്ഞ് തെരുവിൽ നടന്നാൽ കരുതൽ തടങ്കലിൽ എടുക്കണമെന്നും കോടതിയുടെ പരാമർശം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, നേരത്തെയും സമാനമായ രീതിയിൽ ഈ കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശങ്ങൾ ഉണ്ടായതാണല്ലോ. ഇപ്പോൾ എന്താണ് കോടതി പറയുന്നത് പുതുതായി, വിഷ്ണു? ഉന്മേഷ്, സൂരജ് ലാമ തിരോധാനം അങ്ങേയറ്റത്തെ ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിഗണിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇന്നും ഉണ്ടായത്. സൂരജ് ലാമ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസും അതോടൊപ്പം തന്നെ എയർപോർട്ട് അധികൃതരും സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ സൂരജ് ലാമ തിരോധാനം അത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതെന്ന് പറയുന്ന ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെതാകരുതേ എന്നാണ് കോടതി ആഗ്രഹിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് എത്തി അദ്ദേഹത്തെ കാണാതാകുന്നു, പിന്നീട് അദ്ദേഹം മരിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന ചോദ്യം കോടതി ചോദിക്കുന്നു. സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ വിദേശത്ത് ജയിലിൽ കിടക്കുമ്പോൾ അവരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും വളരെ ശ്രദ്ധാപൂർവം സ്വീകരിക്കാറുണ്ട് നമ്മൾ. പക്ഷേ അവർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു വിലയില്ലാതെ ആകുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സൂരജ് ലാമ തിരോധാന കേസ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചത്. സൂരജ് ലാമയുടെ മകൻ സാന്തോൻ ലാമയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ ഹർജിയാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ ഉള്ളത്. ഇതുവരെ സൂരജ് ലാമയുമായി ബന്ധപ്പെട്ട് ഇന്ന് സംശയിക്കുന്ന അജ്ഞാത മൃതദേഹത്തിന്റെ ഈ പറയുന്ന DNA ഫലം ഇതുവരെ ലഭ്യമായിട്ടില്ല. അതിനുശേഷം മാത്രമേ ഒരു പൂർണ്ണ സ്ഥിരീകരണത്തിലേക്ക് കോടതി പോകുകയുള്ളൂ. ആ റിപ്പോർട്ട് കിട്ടുന്ന ഘട്ടത്തിൽ ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകാനും നിലവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉന്മേഷ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.